പ്രിയമുള്ളവരെ, ഈ ആഴ്ചയിലെ സന്ദേശം നിങ്ങൾക്കും തികച്ചും അനുഗ്രഹമായിരിക്കും. വ്യത്യസ്തമായ ഒരു വിഷയവുമായി ഈ ആഴ്ചയിലെ സന്ദേശത്തെ നിങ്ങൾ കേൾക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഈ ആഴ്ചയിലെ സന്ദേശത്തിന് വേണ്ടി മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളെ വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം പറയട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരനെ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഈ നല്ല വചനത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. സുവിശേഷ പുസ്തകങ്ങളിൽ ഈ 3 അധ്യായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിലെ അനേകർ പല പ്രാവശ്യം വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്ത അധ്യായങ്ങളാണ് 5, 6, 7 അധ്യായങ്ങൾ. അതിന് പ്രത്യേകിച്ചൊരു പേരുണ്ട്, ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ മലപ്രസംഗം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജനത്തോടും അവൻ്റെ ശിഷ്യന്മാരോടും മലയിന്മേൽ ഇരുന്ന് ഉപദേശിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉപദേശമാണ് 5, 6, 7 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശു തൻ്റെ അടുക്കൽ വന്ന ജനത്തോടും തൻ്റെ ശിഷ്യന്മാരോടും ഉപദേശിച്ച് പറഞ്ഞത് എന്തെന്നാൽ എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ആഴ്ചയിലെ സന്ദേശം അല്പം വ്യത്യസ്തമായി ചിന്തിപ്പാനായിട്ട് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ദൈവസഭയിലാകട്ടെ അല്ലെങ്കിൽ പ്രാർത്ഥന കൂട്ടങ്ങളിലാകട്ടെ അശേഷം അറ്റുപോയ ഒരു കാര്യമാണ് ഉപദേശം എന്ന് പറയുന്നത്. പല സഭകളിലും ഉപദേശം പ്രസംഗിക്കപ്പെടുന്നില്ല. അവിടെ പ്രസംഗമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അധികം പേരും ഉപദേശത്തേക്കാൾ പ്രസംഗത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് സുവിശേഷകർ, പാസ്റ്റർമാരെല്ലാം ഉപദേശ വിഷയത്തെ വിട്ട് പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ യേശു ക്രിസ്തു ജനങ്ങളോട് ഉപദേശിച്ചത് എന്തെന്നാൽ എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഉപദേശത്തിനും പ്രസംഗത്തിനും വളരെയധികം വ്യത്യാസമുണ്ട്. അതിലേക്ക് ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഉപദേശം എന്ന് പറയുന്നത് അനേകർക്ക് ഇഷ്ടമില്ലാത്തതും ആഗ്രഹിക്കാത്തതുമായ കാര്യമാണ്. പലരും എന്നോട് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഉപദേശം ഞങ്ങൾക്ക് ഇഷ്ടമില്ല, ഞങ്ങളെ ഉപദേശിക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഉപദേശം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് മുഖത്തു നോക്കി പറഞ്ഞവരുണ്ട്. കാരണം ഉപദേശത്തെ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനു പകരം പ്രസംഗമോ മറ്റു കാര്യങ്ങളോ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ വചനത്തിലിരിക്കുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം അറിഞ്ഞ് പഠിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ ഈ ഉപദേശങ്ങൾ ഒരുപക്ഷെ നമ്മളെ സഹായിക്കാനായിട്ടിടയായിത്തീരും.
ആ മുഖങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വാക്യത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഈ 2 വാക്യങ്ങളിൽ നിന്നും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് എടുത്തു കാണിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ആഴ്ചയിലെ സന്ദേശം എന്ന് പറയുന്നത് തിരുവചന പഠനമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ആത്മാവ് നൽകിത്തരുന്ന വചനം നിങ്ങളോട് അറിയിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ആഗ്രഹത്തോടെയും താല്പര്യത്തോടെയും ആരംഭിച്ചിരിക്കുന്ന ഒന്നാണ് ഈ ആഴ്ചയിലെ സന്ദേശം എന്ന് പറയുന്നത്. 23-24 വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് യേശുക്രിസ്തു ഉപദേശിച്ചത്. അവിടെ 24 അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം, ഒന്നാമത് എന്നുള്ളൊരു വാക്ക് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത് എന്ന് പറഞ്ഞാൽ 23-ാം വാക്യം വഴിപാട് അർപ്പിക്കുവാൻ യാഗപീഠത്തിൽ കടന്നു വരുന്ന ഒരുവനെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യാഗപീഠത്തിൽ വഴിപാട് അർപ്പിക്കുവാൻ കടന്നു വരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ 23-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവൻ യാഗപീഠത്തിലേക്ക് യാഗമർപ്പിക്കുവാൻ വഴിപാടുമായി കടന്നു വരികയാണ്. ഈ വഴിപാടിനെ നമുക്ക് ആരാധനയുമായി കണക്റ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ വഴിപാട് എന്നുള്ളതിനെ ആരാധന എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ആരാധിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് 23-24 വാക്യങ്ങൾ വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആരാധിക്കാനായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്ന വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ വഴിപാട് അർപ്പിക്കുവാൻ യാഗപീഠത്തിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് ഒരു കാര്യം ഓർമ്മ വരികയാണ്. എൻ്റെ പേരിൽ സഹോദരനെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, സഹോദരന് നിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വച്ചിട്ട് ഒന്നാമത്, എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യമാണ് ഒന്നാമത് എന്ന് പറഞ്ഞാൽ, വഴിപാടിന് മുൻപ് അല്ലെങ്കിൽ ആരാധനയ്ക്ക് മുൻപ് ഒന്നാമതായി നീ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് യേശുക്രിസ്തു ഉപദേശിച്ചു. ആരാധനയ്ക്കായി കടന്നു വരുന്ന, ആരാധനയ്ക്കായി ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് മുൻപായി ഒന്നാമതായി നീ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് പലരിലും കാണാത്ത, പല സഭകളിലും കാണാത്ത, പഠിപ്പിക്കാത്ത ഒരു വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് യേശുക്രിസ്തു ഉപദേശമായി ഇവിടെ പറയുന്നത്. നീ ആരാധിക്കുന്നതിന് മുൻപ് ഒന്നാമതായി നീ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നാമത് നീ ചെയ്യേണ്ട കാര്യം, നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളുക. ആരാധനയ്ക്ക് മുൻപായി, വഴിപാടിന് മുൻപായി, കാണിക്ക കൊടുക്കുന്നതിന് മുൻപായി നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളുക. നിരന്നുകൊള്ളുക. നിന്റെ സഹോദരനോട് നീ നിരന്നുകൊള്ളുക. ഹല്ലേലൂയ. നിരന്നുകൊള്ളുക. അതിനുശേഷം ആരാധന അർപ്പിക്കുക. ഹല്ലേലൂയ. നീ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം, ആരാധനയ്ക്ക് മുൻപായി ഒന്നാമതായി ചെയ്യേണ്ട കാര്യം, നിന്റെ പേരിൽ സഹോദരനെ വല്ലതും ഉണ്ടെന്ന് നിനക്ക് ആരാധന സമയത്ത് ഓർമ്മ വന്നാൽ, അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ഓർമ്മ വന്നാൽ, ഒന്നാമതായി നീ ചെയ്യേണ്ട കാര്യം, നിന്റെ സഹോദരനോട് ക്ഷമ ചോദിക്കുക. നിരന്നുകൊള്ളുക. ആ വാക്ക് വളരെ ആഴമേറിയ ഒരു വാക്കാണ്. നിരന്നുകൊള്ളുക. നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളുക. ഹല്ലേലൂയ. നിന്റെ സഹോദരനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. നിന്റെ സഹോദരനോട് ക്ഷമിക്കുക. അവനോട് ഐക്യമുള്ളവനായി തീരുക. അവനോട് സ്നേഹമുള്ളവനായി തീരുക. ആ വാക്കിന് പല അർത്ഥങ്ങൾ എനിക്ക്
കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പഴയ അവസ്ഥയിലേക്ക്, നീ പഴയ അവസ്ഥയിൽ എങ്ങനെ ആയിരുന്നുവോ, ആ സഹോദരനോട് പഴയ അവസ്ഥയിൽ എങ്ങനെ ആയിരുന്നുവോ ആ അവസ്ഥയിലേക്ക് കടന്നു വരിക, നിരന്നുകൊള്ളുക. അതിനുശേഷം നീ ആരാധന ചെയ്യുക. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. വചനം എത്ര വ്യക്തമായി പറയുന്നു. പലർക്കും ആരാധനയിൽ വിടുതലില്ല. പലരും ആരാധനയ്ക്ക് വന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചു പോകുകയാണ്. കാരണം എന്തെന്നറിയാമോ? അവരുടെ ചില വിഷയങ്ങളിൽ ഇന്നും നിരപ്പ് പ്രാപിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, വഴിപാടുണ്ട്, കാണിക്ക കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, സഭയിലെ ഒന്നാമതായി നിൽക്കുന്നുണ്ട്, ആരാധനയ്ക്ക് ഒരു കുറവുമില്ല, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷേ നിരപ്പിൻ്റെ ഒരു കാര്യം, നീ നിരന്നുകൊള്ളേണ്ട ചില കാര്യത്തിന്മേൽ നിരന്നുകൊള്ളാതെ, നിരപ്പ് പ്രാപിക്കാതെ നീ എത്രത്തോളം ദൈവത്തെ ആരാധിച്ചാലും അത് ദൈവസന്നിധിയിൽ വിലപ്പോകുകയില്ല. ഒരിക്കൽ കൂടെ ആ വാക്ക് ഞാൻ പറയട്ടെ: നിരപ്പ് പ്രാപിക്കേണ്ട വിഷയങ്ങളിൽ നിരപ്പ് പ്രാപിച്ചതിന് ശേഷം മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. ഹല്ലേലൂയ. ഒന്നാമത് നീ സഹോദരനോട് നിരന്നുകൊള്ളുക, അതിനുശേഷം നീ ദൈവത്തെ ആരാധിക്കുക. അങ്ങനെയാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. എത്രയോ വർഷമായി, എത്രയോ കാലമായി, എത്രയോ മാസമായി നിന്റെ കൂടെ ആരാധിക്കുന്ന സഹോദരനോട് നീ സംസാരിച്ചിട്ട്, നിന്റെ കൂടെ പിറന്നവരോട് സംസാരിച്ചിട്ട്, മാതാപിതാക്കളോട് സംസാരിച്ചിട്ട്, നിന്റെ സഹോദരനോട്, നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട് സംസാരിച്ച്, ഹൃദയം തുറന്ന് സംസാരിച്ച് എത്ര നാളുകളായിപ്പോയി. ഹല്ലേലൂയ. അതെല്ലാം മറന്നിട്ടാണ് നീ ദൈവസന്നിധിയിൽ ചെന്ന് ആരാധിക്കുന്നത്. ആ ആരാധന ദൈവത്തിന് ഇഷ്ടമല്ലെന്നേ. ഹല്ലേലൂയ. ഒരുപക്ഷെ മനുഷ്യൻ അതിൽ പ്രിയപ്പെടും, പക്ഷെ ദൈവം പ്രിയപ്പെടുകയില്ല. നിരപ്പില്ലാത്ത ആരാധനയിൽ ദൈവം പ്രസാദിക്കുകയില്ല. ഒരു പക്ഷെ മനുഷ്യൻ പ്രസാദിച്ചാലും ദൈവം പ്രസാദിക്കുകയില്ല. നീ ആരാധനയ്ക്ക് മുൻപ്, വഴിപാടിന് മുൻപ് നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളുക. നിരപ്പ് പ്രാപിക്കേണ്ട വിഷയത്തിന്മേൽ നിരപ്പ് പ്രാപിച്ചതിന് ശേഷം മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. ആ ആരാധനയാണ് ദൈവം അംഗീകരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ വിഷയം മനസ്സിലായി എന്ന് പ്രൈസ് ദി ലോർഡ് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ വിളിച്ചു പറയട്ടെ: ആരാധനയ്ക്ക് മുൻപ്, നീ വഴിപാട് അർപ്പിക്കുന്നതിന് മുൻപ്, നീ യാഗപീഠത്തിൽ വഴിപാടുമായി കടന്നു വരുമ്പോൾ, നിന്റെ പേരിൽ സഹോദരന് എല്ലതും ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ, ആരാധനയ്ക്ക് മുൻപ്, വഴിപാടിന് മുൻപ് നീ നിരന്നുകൊള്ളുക. അതിനുശേഷം നിന്റെ വഴിപാട് കഴിക്കുക. അതാണ് കർത്താവ് അംഗീകരിക്കുന്ന വഴിപാട്. നിന്റെ ആരാധന അങ്ങനെയായി മാറട്ടെ. ആരുടെയെങ്കിലും നിനക്ക് നിരപ്പ് പ്രാപിപ്പാനുണ്ടെങ്കിൽ, അത് ഏതെങ്കിലും വിഷയത്തിൽ നിനക്ക് നിരപ്പ് പ്രാപിപ്പാനുണ്ടെങ്കിൽ, അത് ആദ്യം ഒന്നാമത് അത് ചെയ്യുക, നിരപ്പ് പ്രാപിക്കുക. ഒന്നാമത് ആരാധനയ്ക്ക് മുൻപ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നിരപ്പ് പ്രാപിക്കുക. അതിനുശേഷം ദൈവത്തെ ആരാധിക്കുക. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ മണിനേരം ആരാധിച്ചതുകൊണ്ടോ, മണിക്കൂർ നേരം ആരാധിച്ചതുകൊണ്ടോ, പ്രൈസ് ദി ലോർഡ് അന്യഭാഷ പറഞ്ഞ് തുള്ളിച്ചാടിയതുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നിരപ്പിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ നിരപ്പ് പ്രാപിക്കാതെ നീ എത്രത്തോളം ദൈവത്തെ ആരാധിച്ചാലും ആ ആരാധന സ്വർഗം കേൾക്കുകയില്ല, സ്വർഗം അംഗീകരിക്കുകയില്ല. ഒരു പക്ഷേ നിന്റെ പാസ്റ്റർക്ക് സന്തോഷമാകും, നിന്റെ കൂടെ ഇരിക്കുന്നവർക്ക് സന്തോഷമാകും, പക്ഷേ ദൈവം അംഗീകരിക്കുകയില്ല. ദൈവം അംഗീകരിക്കുന്ന ആരാധന ആദ്യം, ഒന്നാമതായി നീ നിരപ്പ് പ്രാപിക്കുക. അതിനുശേഷം ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ഉപദേശമാണത്. ഇന്ന് സഭകളിൽ അത് പ്രസംഗിക്കുന്നില്ല. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, അത് ഷെയ്ക്കിൻ്റെ കൂടെ കൊടുക്കുന്നില്ല. ആരാധനയ്ക്ക് വരുന്നു, പോകുന്നു, ഇരിക്കുന്നു, നടക്കുന്നതല്ലാതെ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നതോ അവർ സ്നേഹത്തിൻ്റെ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ഫലവുമില്ല, ഒരു കാര്യവുമില്ല എന്ന് ദൈവവചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നു. ആദ്യം നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളുക. ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. വചനം എത്ര വ്യക്തമായി നമ്മോട് ആലോചന പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന, ഇൻ്റെ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ: ആരാധനയ്ക്ക് മുൻപ്, നീ ദൈവത്തെ ആരാധിക്കുന്നതിന് മുൻപ് ഒന്നാമതായി ചെയ്യേണ്ടത്
സഹോദരനോട് നിരന്നുകൊള്ളുക. നിരപ്പിൻ്റെ അനുഭവം നിൻ്റെ ജീവിതത്തിൽ കടന്നോട്ടെ. ഏതെല്ലാം വിഷയത്തിൽ നിരപ്പ് പ്രാപിക്കണമോ അതിലെല്ലാം നിരപ്പ് പ്രാപിച്ചതിന് ശേഷം ദൈവത്തെ ആരാധിക്കുക. ആ ആരാധന കർത്താവ് ഏറ്റെടുക്കും. നിനക്കൊരു വലിയ വിടുതലായി മാറും. നിന്നെയും നിൻ്റെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഏതെല്ലാം വിഷയങ്ങൾ നിരപ്പ് പ്രാപിക്കേണ്ടതായിട്ടുണ്ടോ അതിലെല്ലാം നിരപ്പ് പ്രാപിപ്പാൻ ഈ പ്രിയപ്പെട്ടവർക്ക് കൃപ ചെയ്യട്ടെ. ഒന്നാമത് സഹോദരനോട് നിരന്നുകൊള്ളുക. അതിനുശേഷം ദൈവത്തെ ആരാധിക്കുക. പ്രിയപ്പെട്ട കർത്താവ്, എല്ലാ മക്കളെയും അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവ്, ഞങ്ങളുടെ ആരാധനയെ അങ്ങ് അംഗീകരിക്കണമെങ്കിൽ ഒന്നാമതായി നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളിൽ വേണം കർത്താവ്. നിരപ്പ് പ്രാപിക്കേണ്ട കാര്യങ്ങളിൽ നിരപ്പ് പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. അവിടുത്തെ നാമം പറഞ്ഞ് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.